അഡ്വക്കേറ്റ് ടി.എസ്. ഉല്ലാസ് ബാബു, അതായത് ഓരോ പോലീസ് സ്റ്റേഷനും ഓരോ സർക്കാർ ഓഫീസാണ്. ആ നിലയ്ക്ക് പരിവപ്പെട്ടാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ സിസ്റ്റം കറക്റ്റ് ആണെന്നും സ്ട്രെങ്ത്തിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞു. ആരാ സ്ട്രെങ്ത് ഉണ്ടാക്കേണ്ടത്? നമ്മുടെ നാടിനകത്ത് സർക്കാർ ഓഫീസുകളിലേക്ക് അല്ലെങ്കിൽ പോലീസ് സേനയിലേക്ക് കൂടുതൽ റിക്രൂട്ട്മെന്റുകൾ ഉണ്ടാക്കി സ്ട്രെങ്ത് ക്രിയേറ്റ് ചെയ്യേണ്ടതാരാ? DGP ഇടയ്ക്കിടയ്ക്ക് സ്വഭാവ സർക്കുലറുകൾ ഇറക്കുന്നു. ഈ സർക്കുലറുകളൊന്നും മറ്റു ഓഫീസർമാർ പാലിക്കപ്പെടുന്നില്ല. പാലിക്കപ്പെടാത്തതിന്റെ കാരണം എന്താണ്? നേരത്തെ പറഞ്ഞിട്ടുള്ള ധിക്കാരപരമായിട്ടുള്ള നിലപാടുകളും, ഞങ്ങൾക്ക് മുകളിൽ നിങ്ങൾ ഞങ്ങളെ പുറത്താക്കാൻ നോക്കിയാൽ ഞങ്ങൾക്ക് മുകളിൽ പാർട്ടിയുണ്ട്. അതിൽ ജയരാജ് സാർ പറഞ്ഞ കാര്യത്തിൽ ഒരു തിരുത്തുണ്ട്. രാഷ്ട്രീയ പാർട്ടികളല്ല ഇടപെടുന്നത്, രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടുന്നുണ്ട്. പക്ഷെ കാര്യങ്ങൾ നടന്നു പോകുന്നത് മുഴുവൻ ഭരിക്കപ്പെടുന്ന ആളുകളുടെ പാർട്ടിക്കാർ ആരാണോ അവർ ചെന്നാൽ അവരുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന ഒരു ശൈലിയാണ്. നോക്കൂ, നമ്മുടെ നാട്ടിലൊരു കുട്ടിയെ കാണാതായി. മാധ്യമ പ്രവർത്തകരായി നിങ്ങൾക്ക് ഞാൻ ആ പറയുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാവും. പോലീസ് ആദ്യം എടുത്ത സമീപനം എന്തായിരുന്നു ആ കേസിൽ? അത് കൃത്യമായി അവർ കൈകാര്യം ചെയ്തു. മാധ്യമ പ്രവർത്തകർ അതിന്റെ പുറകെ നിന്ന് ഉണർന്ന് അവര് ഡേ നൈറ്റ് ലൈവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അടങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇറങ്ങുമ്പോൾ അല്ലേ പോലീസ് അതിൽ സജീവമായി വന്നത്? പോലീസ് ആദ്യം ആ പെറ്റീഷൻ വളരെ ലാഘവത്തോട് എടുക്കുക ചെയ്തൊരു കുട്ടി പോയ വിഷയത്തിൽ. അപ്പൊ ഇവരുടെ സമീപനമാണ് ഇതിനകത്ത് പ്രശ്നം. അപ്പൊ അവിടെയാണ് ഞാൻ പറയുന്നത്, എന്റെ രാഷ്ട്രീയം നിങ്ങൾ വിട്ടേക്കൂ, സമീപനം കറക്റ്റ് ആക്കേണ്ടത്. ഉല്ലാസ് ബാബു ഒരു കടലാസ് എഴുതി കൊടുത്താൽ പോലീസ് സ്റ്റേഷനിൽ സമീപനം കറക്റ്റ് ആവുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ എഴുതി കൊടുക്കാം, പറ്റില്ലല്ലോ. സർക്കാർ എഴുതി കൊടുക്കണ്ടേ? സർക്കാരിനൊരു സിസ്റ്റം ഉണ്ടല്ലോ. അപ്പൊ സർക്കാർ എന്ന് പറഞ്ഞാൽ ഭരണ സംവിധാനം കൃത്യമായിട്ട് ഈ ആളുകളുടെ സമീപനം കൃത്യമല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാകുമെന്ന്, നടപടികൾ ഉണ്ടാകുമെന്ന് സർക്കാർ തയ്യാറാകണം. നടപടി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ടി.പി. ചന്ദ്രശേഖരന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കേസിലെ പ്രതിയായിട്ടുള്ള ആളുകളെ പുറത്തു വിടാനുള്ള ഒരു ശുപാർശ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുമ്പോ അത് നിങ്ങൾ എന്താ കരുതിയത്? ജയിലറെ അബദ്ധത്തിൽ എഴുതി കൊടുത്താന്നാണോ? അല്ലല്ല. ആ വിഷയത്തിൽ പോലീസിന്റെ ഇടപെടലുകളുണ്ട്, കൃത്യമായ ഇടപെടലുകളുണ്ട്. ഇന്ന ആളുകളെ വിടുന്നതിൽ പല കാര്യങ്ങളിലും നടപടിയെടുക്കാൻ ഇവർക്ക് സാധിക്കാത്തത് അവരുടെ നാവ് തുറക്കുമ്പോൾ അത് സർക്കാരിനെതിരെയുള്ള പ്രവർത്തനമാകുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രയാസം ഉണ്ടാക്കുമെന്നുള്ള ഭയം. ആ ഭയം ഉണ്ടാകുന്നത് എവിടെന്ന? ഇവരുടെ വഴിവിട്ട പ്രവർത്തികളിൽ പോലീസിനെ ഉപയോഗിച്ച് ചെയ്ത കാര്യങ്ങൾ, നവകേരള സദസ്സ് അടക്കമുള്ള കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം. അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു സർക്കാർ എടുത്ത തീരുമാനങ്ങളെ കൃത്യമായി നടപ്പിലാക്കാൻ ആ സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ തയ്യാറാവാതെ വരുമ്പോൾ അവർക്ക് നേരെ നടപടിയെടുക്കാൻ സർക്കാർ ഭയക്കേണ്ട ആവശ്യമില്ല. ആ സർക്കുലറുകൾ വീണ്ടും വീണ്ടും ഇറക്കേണ്ടി വരുന്നത് എന്താണ്? ആദ്യം ഇറക്കുന്ന സർക്കുലർ പരാജയപ്പെട്ടുകൊണ്ടാണല്ലോ രണ്ടാമത് ഇറക്കണേ, രണ്ടാമതും പരാജയപ്പെടുന്നതുകൊണ്ടാണല്ലോ മൂന്നാമത് ഇറക്കണേ. അപ്പൊ ഒന്നാമത് ഇറക്കിയ സർക്കുലർ കൃത്യമായി നടപ്പിലാക്കാൻ പ്രാപ്തിയില്ലാത്ത ഓഫീസറാണ് മുകളിലെങ്കിൽ അതിനെ പിടിച്ച് മാറ്റി വെച്ച് അവിടെ പ്രാപ്തിയുള്ള ഒരുത്തിനെ പ്രതിഷ്ഠിക്കാൻ സർക്കാർ അല്ലാണ്ട് ആരെ പറ്റുമോ? ജയരാജ് സാറിന് പറ്റുമോ? എനിക്ക് പറ്റുമോ? ജോർജ് ജോസഫുകാർക്ക് പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നല്ല മിടുക്കന്മാരതെ നാളെ കാലത്ത് നമ്മളെ പോയിന്റ് ചെയ്യും. സാധ്യമാവില്ലല്ലോ. അതിന് സർക്കാർ ഉണ്ടാവണം. അവിടെയാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയം മറന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഭരണവർഗം കൃത്യമായി ഇടപെടാതെ ഈ വിഷയത്തിന് ഒരു പരിസമാപ്തി ഉണ്ടാവില്ല. ഒരു അംശമില്ലാത്ത കാര്യമല്ലേ അത്? ശരി, ഡോക്ടർ ബി ജയരാജ്, അതായത് നമ്മൾ പറഞ്ഞു ഒരു സിസ്റ്റത്തിൻ്റെ അഭാവം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന്. അതായത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ പോലും അവർ പോലീസ് സേനയിൽ പോയി പരിശീലനം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ അവരുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. അവരോട് ചോദിക്കുമ്പോൾ അവർ പലപ്പോഴും പറയാറുള്ളത് അത്തരം പരിശീലന മുറകളാണ് ഞങ്ങൾ നേരിടുന്നത് എന്നാണ്. അതായത് പ്രകോപിതരാകുന്ന തരത്തിലേക്ക് പരുവപ്പെടുത്തിയെടുക്കുന്ന ഒരു സമൂഹമായി പോലീസുകാരുടെ പരിശീലന കാലത്തിൽ തന്നെ മാറി വരുന്നു എന്നുള്ളതാണ്. ഇവിടെ പ്രശ്നം പരിഷ്കരണമില്ലായ്മയല്ലേ? പോലീസ് സേനയിൽ അടിയന്തരമായ പരിഷ്കരണം വേണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടും അത് നടപ്പിലാകാതെ പോകുന്നതല്ലേ കാരണം? ഇതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ ആവശ്യങ്ങൾ കുറെ നാളുകളായിട്ട് ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. പൊതുസമൂഹം തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. കാര്യം ഈ പറഞ്ഞത് കറക്റ്റാണ്. ഒരാൾ ട്രെയിനിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാളുടെ സ്വഭാവത്തിലൊരു വ്യതിയാനം നമുക്കത് മനസ്സിലാവും. ആദ്യമേ നമ്മുടെ വളരെ സൗഹൃദത്തോടെ പെരുമാറിയിരുന്ന ഒരു ഷേക്കാൻ നിന്നാൽ തന്നെ നമ്മുടെ കൈ പിടിച്ച് ഞെരിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി, വയറിലൊന്ന് പിടിച്ചൊന്ന് തിരിക്കാനുള്ള ഒരു ടെൻഡൻസി, മുതുകത്ത് രണ്ട് അടിയടിക്കാനുള്ള ടെൻഡൻസിയൊക്കെ ധാരാളമായിട്ട് ഞാൻ ഒരുപാട് പേര് എൻ്റെ സുഹൃത്തുക്കളിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമാതിരിയുള്ള അവിടെ ട്രെയിനിങ് അല്ല നടക്കുന്നത്, അവിടെ ശരിക്കും നടക്കുന്ന റാഗിങ് ആണ്. ട്രെയിനിങ് കഠിന പരിശീലനം എന്ന് പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരെ എല്ലാം കൊണ്ടിട്ട് റാഗ് ചെയ്ത് ഇതെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് നാട്ടുകാരന്റെ ദേഹത്തേക്ക് ഇറക്കാനുള്ള രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആണ്. അത് ബ്രിട്ടീഷ് സംവിധാനമാണ്.
ആ മാനുവലാണ് പൊളിച്ചെഴുതേണ്ടത്. ഏത് രീതിയിലാണ് ഇവര് ഇപ്പൊ സ്കോട്ട്ലൻഡ് യാർഡിലൊക്കെ നമ്മുടെ പോലീസുകാരെ അയച്ച് ട്രെയിനിങ് കൊടുക്കാറുണ്ടല്ലോ. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെയുള്ള ട്രെയിനിങ്, ഇങ്ങനെയുള്ള ബുള്ളിങ്, റാഗിങ് ഒന്നും നടക്കാറില്ല. അവിടെ വളരെ കൃത്യമായിട്ട്, എന്നാൽ ഇപ്പൊ സീലുകളെയൊക്കെ ട്രെയിൻ ചെയ്യുന്നത് പോലെ ടഫ് സിറ്റുവേഷൻസിലൊക്കെ ട്രെയിൻ ചെയ്യും. ടഫ് എൻകൗണ്ടേഴ്സ് ഉണ്ടാവും. പക്ഷെ ഈ പറഞ്ഞ കണക്ക് വല്ല അടിമയാക്കി വെക്കുക, അല്ലെങ്കിൽ അടിച്ചമർത്തുക, അവരുടെ വികാരങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യുക, അവരുടെ ഈഗോയൊക്കെ ക്രഷ് ചെയ്ത് കളയുക, അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യന്റെ അസ്തിത്വത്തിനെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ ഉള്ള പെരുമാറ്റമൊന്നും ആ ഒരു ഇതുണ്ടല്ലോ, ആ ഫ്രസ്ട്രേഷൻ മൊത്തം നാട്ടുകാരുടെ പുറത്ത് തീർക്കാനുള്ള ഒരു ദേഷ്യമായിട്ടാണ് ഇയാൾ ഇറങ്ങി വരുന്നത്. അങ്ങനെ ഒരു ട്രെയിനിങ് ലോകത്ത് ഒരു സ്ഥലത്തും കൊടുക്കാറില്ല. അത് കൊടുത്തിട്ടുള്ളത് മുമ്പ് ഇവിടുത്തെ ബ്രിട്ടീഷ് ഭരണ സംവിധാനമാണ്. അതേ രീതി തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നത്. ഒന്നാമത്തെ കാര്യം, വളരെ സന്തോഷമുള്ള ഒരു കാര്യം, ആകെപ്പാടുള്ള ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ഉള്ളത് കേരള പോലീസിന് മാത്രമാണ് ഇന്ത്യൻ പോലീസ് സേനയില്. വേറെ ഒരു സംസ്ഥാനത്തിലും ഇല്ല. പക്ഷെ വേണ്ടത്ര സൈക്കോളജിസ്റ്റുകളുടെ ഒരു കുറവുണ്ട് അവിടെ. അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ട്രെയിനിങ് സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാനായിട്ട് ആരുമില്ല. അവർക്ക് എന്തെങ്കിലും അവരുടെ ഉദ്യോഗ സംബന്ധമായ എല്ലാ പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ കൗൺസിലർമാരെയൊക്കെ നിയമിക്കുന്നുണ്ട്, ഇവർക്ക് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ എല്ലാ കേസും ഇവർക്ക് കേൾക്കാൻ സമയമില്ലാത്തതുകൊണ്ടൊക്കെ. പക്ഷെ അതൊന്നും പര്യാപ്തമല്ല. ശരിക്കും ഇവർക്ക് എന്തെങ്കിലും ഓക്യുപ്പേഷണൽ ഹസാർഡ് ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും സ്ട്രെസ് താങ്ങാതായി വരുമ്പോൾ, ഈ 68 പേരുടെ പേരൊക്കെ ജോർജ് ജോസഫ് സാർ ഇവിടെ പറഞ്ഞു നേരത്തെ. അപ്പൊ അതൊക്കെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. ലോകത്ത് ഒരു സ്ഥലത്ത് ഇത്രയധികം സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു വർഗം ഉണ്ടാവില്ല. അപ്പൊ ഈ സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും ഒക്കെ അവർ വെന്റിലേറ്റ് ചെയ്യുന്നത് നാട്ടുകാരുടെ പുറത്താണ്. സ്വാഭാവികമാണ്. നമ്മൾ 1-2 ദിവസം ഉറങ്ങാതെ ഇരുന്നാൽ തന്നെ നമ്മൾ പ്രകോപിതരാകുന്നത് പലവട്ടമാണ്. അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, നോക്കൂ, ഈ നവകേരള സദസ്സ് നടന്നിട്ട് അധിക കാലമൊന്നുമായിട്ടില്ല. വഴിയരികിൽ നിന്ന് കരിങ്കൊടി കാണിച്ചവരെ, ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും തലയ്ക്കടിച്ചവരെ, അംഗപരിമിതനായ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് നേരെ പാഞ്ഞു വന്ന് നിർദാക്ഷിണ്യമടിച്ച ഗൺമാൻ, ഇതൊക്കെ രക്ഷാപ്രവർത്തനമെന്ന് പറഞ്ഞ ഒരു ആഭ്യന്തരമന്ത്രിയാണ് ഇവിടെയുള്ളത്. അതും ഒരു ക്രിമിനലിസമല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മറുപടി എന്റെ ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ ഒരു കാര്യം കൃത്യമായിട്ട് പറയാം. ആഭ്യന്തരമന്ത്രിയുടെ പരാജയമുണ്ട്. നവകേരള സദസ്സിന്റെ പ്രവർത്തനം നടത്തുമ്പോൾ കൊടിയും കൂടി കാണിച്ചു കഴിഞ്ഞതിനെ അത് മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ഓഫീസർമാർ ഇറങ്ങി തല്ലുകയാണെന്ന്. അവരെ പോലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് എന്താ? ഒരു ആംബുലൻസിനെ കടത്തിവിടാൻ സാധിക്കുന്നില്ല, ഒരു മരുന്ന് മേടിക്കാൻ വരുന്ന ആളുകളെ കടത്തിവിടാൻ സാധിക്കുന്നില്ല. ഈ തൃശ്ശൂർ അക്കാഡമിയിലെ കൂടെയുള്ള ആളുകൾ തന്നെ പീഡിപ്പിക്കപ്പെടുന്നു പോലീസിന്റെ ഭാഗത്തു നിന്ന്. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? നടക്കുന്നത് ഇവർക്ക് എന്തും ചെയ്യാം, ഈ ഭരണത്തിന് കീഴിൽ ഇവർക്ക് എന്തും ചെയ്യാം എന്നുള്ള അവരുടെ കൃത്യമായിട്ടുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണല്ലോ സകലവിധ ഈ വക അഭ്യാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നേരിടണമെങ്കിൽ കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഭാര്യബോധമുള്ള, യഥാർത്ഥത്തിൽ നാടിന് ഗുണം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ്. ഇവിടെ എന്താ ഉണ്ടാവുന്നത്? ഞാനെന്ന രാജാവിന് കീഴിൽ നിന്നാ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ സഹിച്ചു കൊന്നോളാം എന്ന ആറ്റിറ്റ്യൂഡ്. അത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭരിക്കുന്ന വർഗത്തിന്റെ ആരാണെങ്കിലും അത് ഏത് പാർട്ടി ഭരിച്ചാലും പ്രവർത്തനം. ശ്രീ ജോർജ് ജോസഫ്, കേരള പോലീസിനെ എങ്ങനെ പ്രൊഫഷണലാക്കാം? പോലീസ് തീർച്ചയായിട്ടും ധാരാളം എക്സ്ട്രാ വർക്കുകൾ ഇപ്പം പോലീസ് പല സ്കീമുകളായിട്ട് പോലീസിൻ്റെ തലയിൽ കൊണ്ട് വെക്കുകയാണ്. പോലീസിന് പൊതുജനങ്ങളുമായിട്ടുള്ള ലോ ആൻഡ് ഓർഡർ പ്രശ്നത്തിൽ, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സമയം ലഭിക്കുന്നില്ല. എന്തെല്ലാം സ്കീമുകളാണ് പോലീസിൻ്റെ പുറത്തു കൊണ്ടുവരുന്നത്? സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അവിടെ പോകണം, അവിടുത്തെ ചില ക്ലാസ് എടുക്കണം. ഇങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പോലീസ് വർക്കല്ല ചെയ്യുന്നത് അവർ. അതിനൊക്കെ ആൾക്കാർ വേറെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പോൾ അങ്ങനെ മാറട്ടെ. അത് തന്നെയല്ല, ഉല്ലാസ് ബാബു നേരത്തെ പറഞ്ഞ പോലെ TP ചന്ദ്രശേഖരൻ്റെ കേസിനകത്തെ പ്രതികളെ സഹായിക്കാനായിട്ട് ആ ജയിൽ സൂപ്പറിനെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിക്കാൻ ശ്രമിക്കുന്നില്ലേ? ഇതുപോലുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങളൊന്നും പോലീസിൽ കൊണ്ട് ചെയ്യിക്കരുത്. അവർക്ക് അവരങ്ങ് വിട്ടുകൊടുക്കുക. സത്യസന്ധമായ കേസുകൾ, സത്യസന്ധമായ കാര്യങ്ങൾ അവർ ചെയ്തോളും. അവർ കാണിക്കുന്ന ഇതുപോലെ വൃത്തികെട്ട എന്തെങ്കിലും ഇടപാട് ചെയ്തിട്ടുണ്ടോ അതിന് തക്കതായ നടപടിയെടുക്കുക. അല്ലാതെ
നിയമവിരുദ്ധമായ പല കാര്യങ്ങളും പോലീസിനെ കൊണ്ട് ചെയ്യിക്കുന്ന പരിപാടി ഏത് ഭരണകക്ഷി വന്നാലും ശരി അത് നിർത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു പോലീസ് കൂടെ ഉണ്ടാവുകയുള്ളൂ. അവർക്ക് സ്വതന്ത്രമായിട്ട് കൊടുക്കുക, സത്യസന്ധമായിട്ട് അവർ ജോലി ചെയ്യാനുള്ള അവസരം കൊടുക്കുക, അതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യരുത്. ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹയർ ലെവലിലുള്ളതായിട്ട് അങ്ങോട്ട് ജില്ലാ കമ്മിറ്റിക്കാരും മറ്റവരും പറയട്ടെ. നേരിട്ട് പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്ന പരിപാടി നിർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് പൊതുജനങ്ങൾക്ക് ഇവിടെ നീതി ലഭിക്കുകയുള്ളൂ, നല്ല പോലീസിങ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, ഡോക്ടർ ബി ജയരാജ്, ഈ കോടതി ഇന്ന് നിരീക്ഷിച്ച ഒരു കാര്യമുണ്ട്. സൈനികർ ചെയ്യുന്ന കാര്യങ്ങൾ പിന്തുടർന്നുകൂടെ? അതായത് പരമാവധി പ്രകോപനം നേരിടുന്നവരാണ് സൈനികർ എന്നാണ് കോടതി നിരീക്ഷിച്ചത്. ഇത് മാതൃകയാക്കിയാൽ മാറുമോ പോലീസ് സംവിധാനം? ഇതിനകത്ത് ടെറൈൻ രണ്ട് ഡിഫറെന്റ് ആണ്. ഒന്ന്, ഒരു ശത്രു രാജ്യത്തോട് യുദ്ധം ചെയ്യുന്നവരുടെ ഒരു ആറ്റിറ്റ്യൂഡും സ്വന്തം രാജ്യത്തെ നിയമ സംവിധാനം. കോടതി ഉദ്ദേശിച്ചത് അടുക്കും ചിട്ടയുമുള്ള ഒരു പോലീസ് സമൂഹത്തെ വാർത്തെടുക്കുക എന്നത് മാത്രമായിരിക്കാം. അങ്ങനെ അതുമാതിരി ഒരു ഡിസിപ്ലിൻഡ്, അതെന്ന് വെച്ചാൽ ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ നമ്മളിപ്പോ നവകേരള സദസ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അവിടെ ഈ ലാത്തി കൊണ്ട് അടിക്കുകയും ചെടിച്ചട്ടിയുടെ ഹെൽമെറ്റ് കൊണ്ട് അടിക്കുകയൊക്കെ ചെയ്യുന്ന പറഞ്ഞു. പക്ഷെ ഇലക്ട്രിക് ബാറ്റന്റെ അടുത്ത് ജനനേന്ദ്രിയത്തില്, കുട്ടികളുടെ ജനനേന്ദ്രിയത്തിൽ ഉപയോഗിച്ച പോലീസ് ഇവിടെ ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത്. അന്നേരം ഇതൊന്നും ആരും കണ്ടില്ല. അതിൽ വലിയ ക്രൂരതയൊന്നും ഇവരാരും കാണിച്ചിട്ടില്ലല്ലോ. ഈ പുറത്ത് നിൽക്കുന്നവരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പ്രവർത്തന ഇതിനെ രണ്ടിനെയും ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷെ അതിക്രൂരമായ നിഷ്ഠൂരമായ നടപടികൾ മുമ്പുണ്ടായിരുന്നു. അതിനെയൊന്നും നമ്മൾ വെള്ളമൂച്ചുന്നത് ശരിയല്ല. അതിനെയും കൂടെ കാണണം. അതിനെ കൂടെ കണ്ടുകൊണ്ട് വേണം ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്ത് കാണിക്കണമെന്ന് മാത്രം എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. രണ്ടാമത്തെ കാര്യം, അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം, ചോദ്യമില്ല. ശരിയാണ് ജയരാജ് സാർ, കോൺഗ്രസ് ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചാലും അവനവന്റെ കട്ടിന് കീഴിൽ ഒതുങ്ങി നിൽക്കേണ്ട അടിമപ്പണിക്കാരാണ് പോലീസ് എന്ന നയത്തിൽ ഇവരുടെ കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി അവരെ അനാവശ്യമായി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അവർ പോലും പറഞ്ഞാൽ കേൾക്കാത്ത രീതിയിൽ ജനങ്ങളുടെ നെഞ്ചത്ത് കയറി നിറങ്ങാമെന്നുള്ള ബോധ്യം ഈ പോലീസ് ഓഫീസർമാർക്ക് ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ നേതാക്കന്മാരോടും രാഷ്ട്രീയ പാർട്ടിയോടും വക്കീലന്മാരോടും കാര്യം അന്വേഷിക്കാൻ ചെന്നവരുടെ നെഞ്ചത്ത് കയറിയിട്ടല്ല അവർ വീരവാദം കാണിക്കേണ്ടത്. ഇവിടെ നടക്കുന്ന ആന്റി സോഷ്യൽ എലമെന്റുകളെ പിടിച്ചു കെട്ടുന്ന രീതിയിലേക്കും അവരെ റെസ്ട്രിക്ട് ചെയ്യുന്ന രീതിയിലേക്കും അവനവന്റെ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് കൂടെയുള്ള സംഘത്തെ ഒപ്പം നിർത്തിക്കൊണ്ട് ലോ ആൻഡ് ഓർഡർ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാണ് അവർ കൃത്യത വരുത്തേണ്ടത്. അല്ലാതെ ജനങ്ങളുടെ നെഞ്ചത്ത് കയറിയിട്ട് നിങ്ങൾ നടമാടിയിട്ട് ഇതാണ് ശരിയെന്ന് പറഞ്ഞാൽ അവിടെ ചോദ്യം ചെയ്യേണ്ടി വരും, അവിടെ രാഷ്ട്രീയം പറയേണ്ടി വരും, രാഷ്ട്രീയ പാർട്ടികൾക്ക് സമരം ചെയ്യേണ്ടി വരും, ഇടപെടേണ്ടി വരും. സർക്കാരിന്റെ പരാജയം മറച്ചു വെക്കാനുള്ള ആളുകളാക്കി പോലീസിനെ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനത്തെ പരിപൂർണമായി നിർത്തലാക്കിയെങ്കിൽ മാത്രമാണ് കേരള സമൂഹത്തിലെ സാധാരണക്കാർക്കും മനസമാധാനത്തോടുകൂടി ഉറങ്ങാൻ പറ്റുള്ളൂ. TR5 കടലാസും കൊണ്ട് വിട്ടിട്ടെ വണ്ടി ചെക്കിയിലാണ് ഇപ്പൊ പോലീസിന്റെ പ്രധാന പണി. സർക്കാരിന് കാശില്ല, അപ്പൊ വരുന്നവരുടെ ഹെൽമെറ്റ് ഇല്ല, അതില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞാൽ ആവശ്യമുള്ള കാര്യം തന്നെ. പക്ഷേ ഈ പോലീസിന്റെ പ്രധാന സമയം ഈ വാറാനെഴുത്താണ്. ഈ വാറാനെഴുത്ത് എഴുതുക, കാശ് മേടിക്കുക, പോക്കറ്റിൽ മറ്റേ സർക്കാരിന്റെ പണം. അതാണ് ആ സിസ്റ്റം കൊണ്ടുവന്നിട്ട് പണപ്പിരിവിന്റെ ബാഗുമായി ഇറങ്ങുന്ന പോലീസുകാരെ കാണാൻ പറ്റില്ലേ തെരുവീതികളിൽ? നിങ്ങൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം യാത്ര ചെയ്യേ, എത്ര പോലീസ് ജീപ്പുകാർ നിൽക്കുന്നുണ്ടാവും. പണം എഴുതൽ തന്നെയാണ് ഇവരുടെ പണി. കാശുണ്ടാക്കി സർക്കാരിന് നിക്ഷേപം കൊടുക്കല്. ആ പ്രവർത്തിക്ക് ഉപയോഗിക്കേണ്ടവരാണ് പോലീസ്. ശരി, പോലീസ് സേനയിൽ ആളുകളുടെ കുറവുണ്ട്, അത് നികത്തിയേ തീരൂ. കൊടിയുടെ നിറം നോക്കി മാത്രം നിയമനം തുടർക്കഥയാക്കുന്ന പണി അവസാനിപ്പിക്കണം. അങ്ങനെ വരുമ്പോഴാണ് രാഷ്ട്രീയക്കാരുടെ ഇംഗിതത്തിന് വഴങ്ങി പോലീസിനും പോലീസ് ഉദ്യോഗസ്ഥർക്കും പ്രവർത്തിക്കേണ്ടി വരുന്നത്. അപ്പോഴും പറയുന്നു, 24 മണിക്കൂർ ഉറങ്ങാതെ ഉറക്കമിളച്ച് സമൂഹത്തിലെ ക്രിമിനലിസത്തിന് നേരെ കണ്ണു തുറന്നിരിക്കുന്ന പോലീസുകാരാണ് കേരളത്തിൽ അധികം പേരും. അവരെ കൂടി പറയിപ്പിക്കുന്ന ചിലർ, അവരെയാണ് പിടികൂടേണ്ടത്. കുടുംബത്തിലെ ഒരാവശ്യത്തിന് പോലും പോകാനാകാതെ കണ്ണുനീരോടെ നിൽക്കുന്ന, കുടുംബവുമായി അകന്നു നിൽക്കേണ്ടി വരുന്ന, ഒറ്റപ്പെട്ടു പോകുന്ന പോലീസുകാരുള്ള ഒരു സമൂഹമാണ് നമ്മുടേത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, ജോർജ് ജോസഫ്, ഡോക്ടർ ബി ജയരാജ് ജനൻ ഡിബേറ്റിൽ ഒപ്പം ചേർന്നതിന്. ജനൻ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്തേ.